ഹലോ നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ അലുമിനിയം വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. അത് ഫെയ്ഡായിട്ടുണ്ടോ? അത് പൊളിഞ്ഞു പോയിട്ടുണ്ടോ? ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ആണെങ്കിൽ ഏത് പവർ കോട്ടിംഗ് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, ഏത് ക്വാളിറ്റി യൂസ് ചെയ്യണം, ഇൻറ്റീരിയറാണോ എക്സ്റ്റീരിയറാണോ, ഇന്ന് അതേപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ആകാശ് അഗസ്റ്റിൻ. ഗ്ലാസ് വിൻഡോസിലേക്ക് സ്വാഗതം. ഒരുപാട് കസ്റ്റമേഴ്സ് തന്നെ വിളിക്കാറുണ്ട്. പലരും വിളിക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. കാരണം അലുമിനിയം വിൻഡോസ് ചെയ്തതിന് ശേഷം ഇത് കുറേ നാളുകൾക്ക് ശേഷം ഇതിൻ്റെ കളർ പൊളിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഇത് ഫെയ്ഡാവുന്നു, അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ പൗഡർ കോട്ട് ചെയ്ത മെറ്റീരിയൽ ഇതിൽ നിന്നും ഈ പൗഡർ കോട്ടിങ് പൊളിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഫെയ്ഡാവുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ഏതൊരു വിൻഡോസ് എടുക്കുന്ന സമയത്തും ഈവൻ UPVC ആണെങ്കിലും അലുമിനിയം ആണെങ്കിലും, അലുമിനിയത്തിലാണ് കൂടുതലും പൗഡർ കോട്ടിങ്സ് യൂസ് ചെയ്യുന്നത്. പൗഡർ കോട്ടിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് പൗഡർ കോട്ടിങ്സ് ഉണ്ട്. അതായത് മെറ്റാലിക് പൗഡർ കോട്ടിങ്സ്, ഷെയ്ഡ് പൗഡർ കോട്ടിങ്സ്, അതുപോലെ പോളിസ്റ്റർ പൗഡർ കോട്ടിങ്, റാൽ പൗഡർ കോട്ടിങ്സ്, ഇങ്ങനെയുള്ള അതുപോലെ ഇലക്ട്രോ പൗഡർ കോട്ടിങ്സ്, ഇങ്ങനെ ഒരുപാട് പൗഡർ കോട്ടിങ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഫൈനൽ ചെയ്യേണ്ടത്. പലപ്പോഴും മാർക്കറ്റിൽ ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് പോസ്റ്റ് കുറവായിരിക്കും. 2 കൊട്ടേഷൻസ് എടുക്കുന്ന സമയത്ത് പോസ്റ്റ് കുറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അവരേത് പൗഡർ കോട്ടിങ്സ് ആണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നിങ്ങളുടെ വീടിൻ്റെ വിൻഡോ സ്ലൈഡിംഗ് ഡോറുകൾ നിങ്ങൾ അലുമിനിയത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പൗഡർ കോട്ടിങ് ഏതാണ് കമ്പനി, ഏതാണ് അതിൻ്റെ വാറണ്ടി, ഏതാണ് അതിൻ്റെ കോഡ്, ഏത് സെക്ഷനിലാണ് അത് ചെയ്യുന്നത്, ഇതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്നത്തെ നമ്മുടെ ഒരു സോഷ്യലായിട്ടോ സമൂഹത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ 1 മിനിറ്റ് പോലും നമ്മുടെ ഫോണുകൾ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ ഫോണിൽ നമ്മൾ അടിക്കാൻ പോകുന്ന കളറിൻ്റെ കോഡ് അടിച്ചാൽ അതിൻ്റെ വാറണ്ടി, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ കമ്പനി, എന്താണ് അതിൻ്റെ ക്വാളിറ്റി, എന്താണ് അതിൻ്റെ ആഫ്റ്റർ ഓഫ് സർവീസ്, ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് കിട്ടും. അത് യൂസ് ചെയ്യൂ. ഇന്നത്തെ സമൂഹത്തിൽ ഏത് സാധനവും എല്ലാം ഓപ്പണാണ്. എല്ലാവർക്കും എല്ലാ സാധനത്തിനെ പറ്റി അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പോകുന്ന സാധനത്തിനെ പറ്റി നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നത് ഏത് തരത്തിലുള്ള പൗഡർ കോട്ടിങ്സ് എങ്ങനെ എവിടെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. പൗഡർ കോട്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്യുക AAMA എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡിലുള്ള പൗഡർ കോട്ടിങ്സ് ചെയ്യാനായിട്ടാണ്. കാരണം AAMA എന്ന് പറയുന്നത് അമേരിക്കൻ ആർക്കിടെക്ചറൽ മാനുഫാക്ചറിങ് അസോസിയേഷൻ ഏകദേശം 1936 ഈ ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. ഇത് ഫോം ചെയ്തത് തന്നെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ കോട്ടിങ്സിലേക്ക് ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരാനായിട്ടാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നത് കൊണ്ടാണ് പല പൗഡർ കോട്ടിങ്സിനും നമുക്ക് 15 മുതൽ 25 വർഷം വരെ വാറണ്ടീഡ് ആയിട്ടുള്ള കമ്പനികൾ ഇന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് നമ്മൾ പൗഡർ കോട്ടിങ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻറ്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ നമ്മൾ ചെയ്യുമ്പോൾ അവർ ചോദിക്കും നമ്മളോട്, നിങ്ങൾക്ക് എവിടെയാണ് ഇത് ചെയ്യാനുള്ളത്, എന്താണ് നിങ്ങളുടെ ഇതിൻ്റെ ഉള്ള പർപ്പസ്, നിങ്ങൾക്കിത് ബീച്ച് സൈഡിലാണോ വരുന്നത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിനുള്ള ആൻസറുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു പൗഡർ കോട്ടിങ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ AAMA എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡ് അപ്രൂവ്ഡ് ആയിട്ടുള്ള പൗഡർ കോട്ടിംഗ് പ്ലാന്റുകളിൽ മാത്രം നിങ്ങൾ പൗഡർ കോട്ടിംഗ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്വാണ്ടിറ്റി ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാറണ്ടി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി വലുതാണെങ്കിൽ തീർച്ചയായിട്ടും പേപ്പർ വാറണ്ടി വരെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ അപ്രൂവ്ഡ് ആയിട്ടുള്ള AAMA അപ്രൂവ്ഡ് ആയിട്ടുള്ള പൗഡർ കോട്ടിങ്സിനെ പറ്റിയാണ്. അതിനെപ്പറ്റി പറയുമ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് വരുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഒരു പ്ലാന്റ് വരുന്നത്. ഇതാണ് നമുക്ക് വരുന്ന കളേഴ്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയധികം കളേഴ്സ് ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാലും ഉണ്ട്. തീർച്ചയായിട്ടും ഇതിന് വരുന്ന ഏറ്റവും ആദ്യത്തെ പേജ്, അതായത് മെറ്റാലിക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഷെയ്ഡുകളാണ്. തീർച്ചയായിട്ടും ഓർക്കണം, AAMA അപ്രൂവ്ഡ് ആയിട്ടുള്ള കളേഴ്സുകളാണ് ഇതെല്ലാം എന്നുള്ളത്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോഡ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എത്ര വർഷമാണ് ഓരോ കളറിനുള്ള വാറണ്ടി. ഇതവിടെ 15 വർഷം വാറണ്ടി ഉള്ളതുണ്ട്, 25 വർഷം വാറണ്ടി ഉള്ളതുണ്ട്. ഓരോ കളറിന് ഡിപ്പെൻസ് ആണ് അതിൻ്റെ വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് മെറ്റാലിക് ഷെയ്ഡുകൾ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സ് മാത്രം വന്നുകൊണ്ടിരുന്നൊരു ഇതായിരുന്നു മെറ്റാലിക് ഷെയ്ഡുകളിൽ. പക്ഷേ ഇപ്പോൾ ഉള്ള മെറ്റാലിക് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്ലോസി ഫിനിഷ് ഉണ്ട്, അതേപോലെ തന്നെ മാറ്റ് ഫിനിഷ് ഉണ്ട്. ഇതൊന്നും വരാതെ ടെക്സ്ചർ ഫിനിഷ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിന് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്കൊരു ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷാണ്. ഈ താഴത്തേക്ക് വരുമ്പോഴേക്കും മാറ്റ് ഫിനിഷിലേക്കാണ് വരുന്നത്. ഈ ലാസ്റ്റിൽ ഈ എൻഡിലേക്ക് വരുമ്പോഴേക്കും ടെക്സ്ചർ ഫിനിഷാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് തൊടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ടെക്സ്ചർ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. ഈവൻ ഒരു ചെളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വെള്ളം വെച്ച് കഴുകുമ്പോഴേ അത് പെട്ടെന്ന് അതിൽ നിന്ന് റിമൂവ് ആവും. അങ്ങനെ ഒരു ഗുണം കൂടെ ആക്ച്വലി നമുക്ക് ടെക്സ്ചർ ഫിനിഷിനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സോളിഡ് ഷെയ്ഡുകളാണ്. സോളിഡ് ഷെയ്ഡുകൾ നമുക്ക് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുള്ള കളേഴ്സാണ്.
അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡും വാറണ്ടിയും അങ്ങനെയുള്ള കളേഴ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവൻ നമ്മൾ വൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 5-6 ടൈപ്പോളം വൈറ്റുകളുണ്ട്. അങ്ങനെ പല കളേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. ഗ്ലോസി മാറ്റ്, അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക്, ഇങ്ങനെയുള്ള രീതിയിലുള്ള കളേഴ്സ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ബോണ്ടഡ് മെറ്റാലിക് ഷെയ്ഡ്സ്, സോളിഡ് ഷെയ്ഡ്സ്. ഈ ബോണ്ടഡ് മെറ്റാലിക് ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും മെറ്റൽ അങ്ങനെയുള്ള ഏരിയകളിലേക്കൊക്കെ ചെയ്യുന്നതാണ്. അലുമിനിയത്തിലും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അലുമിനിയം വിൻഡോസൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോൾഡൻ ഉണ്ട് കേട്ടോ. ഇതേപോലെയുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് നമ്മളിപ്പോൾ നിലവിൽ ഇതിൽ കാണിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഏകദേശം ഒരു 30ഓളം കളേഴ്സാണ്. ഇനിയാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. അതായത് ഏകദേശം 60ഓളം കളേഴ്സ് ഉണ്ട് നമുക്ക് അലുമിനിയം വിൻഡോസിൽ ചെയ്യാനായിട്ട്. അതായത് ഓരോന്നിനും ഓരോ സ്പെക്ക് വൈസ് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത്രയധികം കളേഴ്സ് ഉണ്ട്. അതായത് നമ്മളൊരു ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെയുണ്ട് 3-4 ടൈപ്പ്, വൈറ്റ് എടുക്കുകയാണെങ്കിൽ 3-4 ടൈപ്പ്, ഇങ്ങനെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുമായിരിക്കും ഇവിടെ ബ്ലൂ, ഓറഞ്ച് ഇതൊക്കെയുണ്ട്. ഇതൊക്കെ നമ്മൾ വിൻഡോസിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇങ്ങനെയുള്ള കളേഴ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ പ്യുർ എപ്പോക്സി മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആണ്. ഏകദേശം ഒരു 3 കോളംസിലായിട്ട് ഇത്രയും കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇത് കൂടുതലും ചെയ്യുന്നത് മെറ്റലിലാണ്. അതായത് മെറ്റൽ പൈപ്പ്സ്, സ്പൈഗോട്ട്, നമ്മൾ സ്റ്റെയർസിനൊക്കെ കൊടുക്കുന്ന സ്പൈഗോട്ടുകൾ, സ്റ്റഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിലൊക്കെ കൊടുക്കുന്ന ഒരു കളേഴ്സാണ് ഈ പ്യുർ എപ്പോക്സി മാറ്റ് എന്ന് പറയുന്നത്. കാരണം കൂടുതലും ലാസ്റ്റ് ചെയ്യുക അതിലേക്കായിരിക്കും ഈ ഒരു കളേഴ്സൊക്കെ കൊടുക്കുന്ന സമയത്ത്. അടുത്ത് നമുക്ക് വരുന്നത് സെമി ഗ്ലോസി ഓർ സാറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഏകദേശം 5 ഷെയ്ഡോളം വരുന്നുണ്ട്. നോർമലായിട്ടുള്ള ഷെയ്ഡുകൾ തന്നെയാണ്. ഗ്ലോസിയും സാറ്റിൻ ഫിനിഷൊക്കെ വരുന്നതാണ്. നമുക്കതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഒന്നാണ് പ്യുർ പോളിസ്റ്റർ. പ്യുർ പോളിസ്റ്ററിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഏകദേശം ഒരു 10 ടൈപ്പുകളുണ്ട് കേട്ടോ. പ്യുർ പോളിസ്റ്ററിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത് UV ഗ്ലാസസ്, അതായത് UV റേഡിയേഷൻസ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്. അതേപോലെ തന്നെ അലുമിനിയം പാനൽസ് ചെയ്യും. നമ്മൾ ലൂവേഴ്സ് കംപ്ലീറ്റ്ലി ഗ്ലാസ് ഇല്ലാതെ പാനൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് UV റേഡിയേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്യുർ പോളിസ്റ്റർ പൗഡർ കോട്ടിങ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് UV റേഡിയേഷൻസ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് ഈ ഒരു പൗഡർ കോട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഗ്ലോസി ഫിനിഷാണ്. ഗ്ലോസി ഫിനിഷ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20ഓളം കളേഴ്സ് വരുന്നുണ്ട്. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, ഇങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. വിൻഡോസിൽ ഇത് കൊടുക്കണം എന്നല്ല, പക്ഷേ നമുക്ക് ഇത്രത്തോളം കളേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പലപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഏതാ കളർന്ന് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ തന്നെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കളേഴ്സുകളെല്ലാം നമുക്ക് ഗ്ലോസി ഫിനിഷിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫിനിഷ് ടെക്സ്ചർ. ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റിലും നമ്മുടെ സോഷ്യലായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെക്സ്ചർ ഫിനിഷുകളാണ് നമ്മുടെ വീടുകളിൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിനിഷ് നമുക്ക് കാണാം കേട്ടോ. ഇതിൽ വൈറ്റിൽ ടെക്സ്ചർ ഫിനിഷ് വരുന്നുണ്ട്, ഗ്രേയിൽ, അതുപോലെ ബ്ലാക്കിൽ, ഈ രീതിയിൽ ഓരോരോ കളേഴ്സിൻ്റെയും ടെക്സ്ചർ ഫിനിഷ് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിനും എക്സ്റ്റീരിയറിനും അനുസരിച്ച് ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഫൈനൽ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും റാൽ പ്യുർ പോളിസ്റ്ററാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർമലായിട്ടുള്ള കളർ ഷെയ്ഡുകളാണ്. പിന്നെ ഇതിന് താഴത്തേക്ക് വരുന്നത് റാൽ സ്പെഷ്യൽ ഫിനിഷ് പ്യുർ പോളിസ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു UV റേഡിയേഷൻസ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന കളേഴ്സുകളുണ്ട്. അതായത് കംപ്ലീറ്റ് പാനലിംഗ് വരുന്ന സമയത്ത് അങ്ങനെയുള്ള കളേഴ്സുകളാണ് ഈ വരുന്നതെല്ലാം. ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് സ്പെഷ്യൽ ഫിനിഷ് വിത്ത് വാറണ്ടി എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഫിനിഷ് വിത്ത് വാറണ്ടി എന്ന് പറയുന്ന സമയത്ത് ഇതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടെക്സ്ചർ ഫിനിഷ് വരുന്നുണ്ട്, മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്ലോസി വരുന്നുണ്ട്, ഗോൾഡൻ വരുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കളറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ കളേഴ്സിലേക്ക് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു തിളക്കമുണ്ട്. നമ്മൾ നല്ല വെയിലടിക്കുന്ന സമയത്ത് സിൽവർ ഫിനിഷ് അല്ലെങ്കിൽ ഗോൾഡൻ ഫിനിഷ്, ഇതിൻ്റെയൊക്കെ ഒരു മെറ്റാലിക് ഒരു ഡോട്ട് വന്നിട്ട് നമുക്ക് തിളങ്ങുന്ന രീതിയിൽ ഈ ഒരു കളേഴ്സിന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഗോൾഡൻ ഫിനിഷ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ബ്ലാക്ക് ഫിനിഷിനുള്ള വിൻഡോസ് ആയിരിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോൾഡനിലുള്ള തിളക്കം നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുന്നതാണ് നമുക്ക് ഈ കളേഴ്സുകളിലൊക്കെ. ഇതിൽ നമുക്ക് ഗോൾഡൻ ആയാലും സിൽവർ ആയാലും അതിൻ്റെ തിളക്കം കൊടുക്കാനായിട്ട് പറ്റും. നല്ല ലൈറ്റ് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല വെയിലടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു തിളക്കം നമുക്ക് ഈ കളേഴ്സിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇതിനെല്ലാം നമുക്ക് വാറണ്ടീഡാണ് കേട്ടോ. ഈ ഒരു കമ്പനി നമുക്കിതിൽ ഓഫർ ചെയ്യുന്നത് ഏകദേശം 22 വർഷം വാറണ്ടിയാണ് ഈ ഒരു കളറിന് ഈ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത്. പൗഡർ കോട്ടിങ്ങിൻ്റെ എല്ലാ ഐഡിയകളെ പറ്റിയും നമ്മൾ പരിചയപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു അലുമിനിയം വിൻഡോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതേപ്പറ്റി സ്റ്റഡി ചെയ്യുമെന്ന് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അത് എങ്ങനെ, ഏത് ക്വാളിറ്റി എടുക്കണം, ഏത് പൗഡർ കോട്ടിങ്ങാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് ബ്രാൻഡ് വേണം, എത്ര വർഷം വാറണ്ടി വേണം എന്നുള്ളതിനെപ്പറ്റി എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ഏറ്റവും മേജറായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒരിക്കലും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏറ്റവും മിനിമം ഒരു 300 സ്ക്വയർ ഫീറ്റ് എങ്കിലും
ഉള്ളവർക്കാണ് ഈ ഒരു പൗഡർ കോട്ടിംഗ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം അറ്റ് എ ടൈം വൺസ് എന്ന രീതിയിലാണ് ഈ പൗഡർ കോട്ടിംഗ് ചെയ്യുന്നത്. തീർച്ചയായും നമുക്ക് നാളത്തേക്ക് വേണം അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് വേണം എന്ന് പറഞ്ഞാൽ പോലും ഈ പൗഡർ കോട്ടിങ്സ് നമുക്ക് അവൈലബിൾ ആവില്ല. കാരണം നമുക്ക് ഒരുപാട് ദൂരം നിന്നാണ് പൗഡർ കോട്ടിങ്സ് വരുന്നത്. സോ തീർച്ചയായിട്ടും അതിനുള്ള ടൈം നമ്മൾ അതിന് കൊടുക്കണം. സോ നമ്മുടെ അതിന് മുമ്പ് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ ഏത് വിൻഡോസ് ചെയ്യണം, ഏത് പൗഡർ കോട്ടിംഗ് ആണ് ചെയ്യേണ്ടത്, ഏത് ക്വാളിറ്റിയിലാണ് ചെയ്യേണ്ടത്, എത്രത്തോ വർഷം നമുക്കതിന് വാറണ്ടി കിട്ടും എന്നുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം. സോ അത് നേരത്തെ പ്രീ പ്ലാൻ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അതിൻ്റെ ഓർഡർ കൊടുക്കുക. സോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പൗഡർ കോട്ടിംഗ് പൊളിയില്ല, ഫെയ്ഡ് ആവില്ല. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.